സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതമാണ് ലഭിക്കുക. ഇതിനായി 1604 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 26,62,000 പേർക്ക് ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും. ജനുവരിയിലെ പെൻഷനും ഒപ്പം 1 ഗഡു കുടിശ്ശികയുമാണിത്. അതായത് ജനുവരി പെൻഷനോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയിൽ നിന്ന് 1 ഗഡു കുടിശ്ശിക കൂടിയാണ് ഈ നൽകുന്നത്. സാമ്പത്തിക ഞെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ആദ്യ ഗഡു കഴിഞ്ഞ ഓണത്തിന് നൽകി. 2ാം ഗഡുവാണ് ഇപ്പോഴത്തേത്. കഴിഞ്ഞ മാർച്ച് മുതൽ മാസം പെൻഷൻ നൽകുന്നുണ്ട്. ഈ സർക്കാർ വന്ന ശേഷം 35,400 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി അനുവദിച്ചത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി തുകയുടെ 98% സംസ്ഥാനം കണ്ടെത്തുന്നു. 2% താഴെ മാത്രമാണ് കേന്ദ്ര വിഹിതം. 2023 നവംബർ മുതലുള്ള കേന്ദ്ര വിഹിതമായി 419 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട്.